ഇന്ന് നമ്മൾ വളരെ ലളിതമായി സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്താണ് എബോള വൈറസ്, അതെങ്ങനെയാണ് പകരുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, ആരോഗ്യവിദഗ്ധർ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതുപോലുള്ള ആരോഗ്യ വിവരങ്ങൾ ഒട്ടും ഭയമില്ലാതെ വളരെ ശാന്തമായി മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകളെ പറ്റി നിങ്ങൾക്ക് ആവശ്യമായ ശരിയായ വിവരങ്ങൾ വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടി നിങ്ങൾക്ക് മുന്നിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണ് ശരിക്കും ഈ എബോള? മധ്യ ആഫ്രിക്കൻ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴന്തീനി വവ്വാലുകളെ പോലുള്ള മൃഗങ്ങളിൽ നിന്നാണ് അടിസ്ഥാനപരമായി ഈ വൈറസ് വരുന്നത്. അവിടെ നിന്ന് ഇത് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യർക്കിടയിലും പകരാം. ഇവിടെ നമ്മൾ ആശ്വാസത്തോടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇത് കൊറോണ പോലെ വായുവിലൂടെ പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമല്ല. ഇതിന് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഡോക്ടർമാർ ഇതിനു മുൻപ് 17 തവണ ഇത്തരം എബോള വ്യാപനങ്ങളെ വിജയകരമായി നേരിട്ടിട്ടുണ്ട്. അതെ, 17 തവണ. അതിനർത്ഥം അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് ഈ വൈറസിനെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വലിയ അനുഭവ സമ്പത്തുണ്ട് എന്നാണ്. അവർക്ക് കൃത്യമായി അറിയാം ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന്. ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാന ചോദ്യം ഇതാണ്: എന്തൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ? ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വൈറസ് പ്രവേശിച്ചാൽ തുടക്കത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലേ. തുടക്കത്തിൽ വളരെ സാധാരണമായ ചില ലക്ഷണങ്ങളാണ് കാണിക്കുക. കടുത്ത പനി, വല്ലാത്ത ക്ഷീണവും തളർച്ചയും, പേശികൾക്ക് വേദന, കടുത്ത തലവേദന, അതുപോലെ ഛർദി എന്നിവയൊക്കെയാണ് ആദ്യ ലക്ഷണങ്ങൾ. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഭയപ്പെടുത്തുന്ന വലിയ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിലുണ്ടാവില്ല. സാധാരണ ഒരു പനി വരുമ്പോഴുണ്ടാക്കുന്ന ശാരീരിക അസ്വസ്ഥതകളായിട്ടാണ് ഇത് ആദ്യം പുറത്തുവരിക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് സാധാരണ പനിയോടോ അല്ലെങ്കിൽ മലേറിയ പോലെയുള്ള മറ്റ് അസുഖങ്ങളോടോ വളരെ സാമ്യമുള്ളതാണ്. ഇതാണ് ഡോക്ടർമാർ തുടക്കത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സാധാരണ പനിയാണെന്ന് കരുതി ആളുകൾ ആശുപത്രിയിൽ പോകാൻ വൈകും. അതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ കൃത്യമായ പരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ കോങ്കോയിൽ കാണപ്പെടുന്നത് ബുണ്ടിബുഗ്യോ എന്ന് വിളിക്കപ്പെടുന്ന എബോളയുടെ വളരെ അപൂർവമായ ഒരു വകഭേദമാണ്. സാധാരണയായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിലൂടെ ഇതിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഇതൊന്ന് തിരിച്ചറിയാൻ കുറച്ചു വൈകിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇതിനെ കണ്ടെത്താനുള്ള പ്രത്യേക പരിശോധനകളും സംവിധാനങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്തതായി നമുക്കെല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ സംശയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എബോള പകരുന്നത്? ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബോള ഒരിക്കലും വായുവിലൂടെ പകരില്ല. രോഗം ബാധിച്ച ഒരാളുടെ ശരീരസ്രവങ്ങളുമായി, അതായത് അവരുടെ രക്തം, ഉമിനീര്, ഛർദി എന്നിവയുമായി നേരിട്ട് സമ്പർക്കമുണ്ടായാൽ മാത്രമേ ഈ രോഗം പകരുകയുള്ളൂ. അതുപോലെ അവരുപയോഗിച്ച വസ്ത്രങ്ങളോ കിടക്കയോ വഴിയും പകരാം. ആഫ്രിക്കയിൽ മൃതദേഹങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള പരമ്പരാഗത ശവസംസ്കാര ചടങ്ങുകൾ പതിവാണ്. നിർഭാഗ്യവശാൽ അത്തരം ചടങ്ങുകളിലൂടെയും അവിടെ ഇത് പെട്ടെന്ന് പടരാൻ കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം ഇതായിരിക്കും: ഇതിന് ചികിത്സയുണ്ടോ? രോഗം വന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? ഇതിനെ നേരിടാൻ വൈദ്യശാസ്ത്രത്തിന് അതിൻ്റേതായ മികച്ച മാർഗങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയ ഈ അപൂർവ വകഭേദത്തിന് നിലവിൽ അംഗീകരിക്കപ്പെട്ട പ്രത്യേക വാക്സിനുകൾ ഒന്നുമില്ല എന്നത് സത്യമാണ്. പക്ഷേ അതിനർത്ഥം ചികിത്സയില്ല എന്നല്ല. ആശുപത്രികളിൽ രോഗികൾക്ക് വളരെ മികച്ച സപ്പോർട്ടീവ് കെയർ നൽകുന്നുണ്ട്. അതായത് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക, മറ്റു ബുദ്ധിമുട്ടുകൾക്ക് കൃത്യമായ മരുന്നുകൾ നൽകുക തുടങ്ങിയ പരിചരണങ്ങളിലൂടെ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വാക്സിൻ ഇല്ലല്ലോ എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സമയത്ത് ഇത്രയും അനുഭവ സമ്പത്തുള്ള അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അവരുടെ സമർപ്പണവും ചിട്ടയായ പ്രവർത്തന രീതിയുമാണ് ഇതിനെ ശാന്തമായി നേരിടാൻ സമൂഹത്തെ സഹായിക്കുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം തന്നെ ലക്ഷണങ്ങളുള്ള രോഗികളെ എത്രയും വേഗം കണ്ടെത്തുന്നു. രണ്ടാമതായി അവരെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഐസൊലേറ്റ് ചെയ്യുന്നു. തുടർന്ന് അവർക്കാവശ്യമായ എല്ലാ ജീവൻ രക്ഷാ പരിചരണങ്ങളും നൽകുന്നു. അവസാനമായി രോഗിയുമായി സമ്പർക്കത്തിൽ വന്ന സമൂഹത്തിലെ ബാക്കി എല്ലാവരെയും കണ്ടെത്തി നിരീക്ഷിക്കുന്നു. ഇതിലൂടെ രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നത് തടയാൻ അവർക്ക് എളുപ്പം സാധിക്കുന്നു. രാവും പകലും ഈ രോഗികളെ പരിചരിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഈ അസുഖം വരില്ലേ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറില്ലേ? അവരും മനുഷ്യരല്ലേ? അവരെങ്ങനെയാണ് സ്വയം സംരക്ഷിക്കുന്നതെന്ന് നോക്കാം. ആരോഗ്യപ്രവർത്തകർ എപ്പോഴും പൂർണ്ണമായും മൂടുന്ന പ്രത്യേക സുരക്ഷാ വസ്ത്രങ്ങൾ, അതായത് PPE കിറ്റുകൾ ധരിച്ചാണ് രോഗികളെ പരിചരിക്കുന്നത്. കൂടാതെ വളരെ കർശനമായ ശുചിത്വ മാനദണ്ഡങ്ങളും അവർ പാലിക്കുന്നു. ഇതുമാത്രമല്ല കേട്ടോ, തങ്ങൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവർ പ്രാദേശിക നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ പ്രവർത്തനം. വാർത്തകളിലൊക്കെ ഇത് വളരെ വലിയൊരു അടിയന്തര സാഹചര്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ആഗോളതലത്തിൽ ഇതിനെ ഇത്രയും ഗൗരവമായി കാണുന്നത് എന്നറിയാമോ?
ഇതിന്റെ പ്രധാന കാരണം ഈ രോഗം പടരുന്ന ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. കോങ്കോയിലെ ഈ പ്രദേശത്ത് സായുധ സംഘർഷണങ്ങൾ നടക്കുന്നതിനാൽ ആളുകൾ എപ്പോഴും സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അതിർത്തികൾ കടന്നുള്ള യാത്രകൾക്കിടയിൽ രോഗം വേഗത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആഗോള ആരോഗ്യ സംഘടനകൾ വളരെ വേഗത്തിൽ ഇടപെട്ട് ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ രോഗം വായുവിലൂടെ പടരുന്നതുകൊണ്ടല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും: ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ടതുണ്ടോ? ഇതിനുള്ള എൻ്റെ ഉത്തരം ഒരിക്കലുമില്ല എന്നാണ്. ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ലോകം അവസാനിക്കാൻ പോവുകയാണെന്നോ വലിയൊരു മഹാമാരി വരുന്നു എന്നോ ഒന്നും ആരും കരുതരുത് കേട്ടോ. സാമ്പത്തിക സഹായങ്ങളും മരുന്നുകളും വേഗത്തിൽ ലഭ്യമാക്കാനും ലോകരാജ്യങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പിന്തുണ ഉറപ്പാക്കാനും വേണ്ടി ആരോഗ്യ സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു ഔദ്യോഗിക പദം മാത്രമാണത്. അതിലൂടെ ആ രാജ്യത്തിന് കൂടുതൽ പെട്ടെന്ന് സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: വാട്സാപ്പിലും മറ്റും വരുന്ന അടിസ്ഥാനമില്ലാത്ത വാർത്തകളും തെറ്റായ വിവരങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. പരിഭ്രാന്തി പരത്തുന്ന ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കും. ദയവായി അത് വിശ്വസിക്കരുത്. പകരം ഉത്തരവാദിത്തമുള്ള ആരോഗ്യ വിദഗ്ധർ നൽകുന്ന വിവരങ്ങൾ മാത്രം സ്വീകരിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുക. ഇതുപോലുള്ള ആരോഗ്യ വിവരങ്ങൾ യാതൊരുവിധ ഭയവുമില്ലാതെ വളരെ ശാന്തമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.